കോഴിക്കോട് പാളയം പുതിയ കോവിലകം പറമ്പിൽ ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. കേസിലെ പ്രതിയും ബന്ധുവുമായ ദീപക് റിമാൻഡിലാണ്. ലഹരിമുക്ത കേന്ദ്രത്തിൽ കൊണ്ടുവിട്ടതിന്റെയും ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെയും വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ മാസം 19-ാം തീയതി പുലർച്ചെയാണ് ക്ഷീരകർഷകനായ ബിജുവിനെ കോഴിക്കോട് പാളയത്തുള്ള വീട്ടിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. പശുവിനെ കറക്കാൻ അമ്മ വിളിക്കാനെത്തിയപ്പോഴാണ് കൊലപാതകം പുറത്തറിയുന്നത്. അച്ഛന്റെ സ്കൂട്ടറിലെത്തിയാണ് പ്രതി ദീപക് കൃത്യം നിർവഹിച്ചത്. കൊലപാതകത്തിനു ശേഷം പ്രതി ബിജുവിന്റെ ഫോണും താക്കോലും കൈക്കലാക്കുകയും സംസ്കാര ചടങ്ങുകളിൽ പരിക്കേറ്റ കൈകളോടെ പങ്കെടുക്കുകയും ചെയ്തു. ശാസ്ത്രീയ തെളിവുകളുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബിജുവിന്റെ ശരീരത്തിൽ 45 മുറിവുകൾ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇതിൽ 18 എണ്ണം കഴുത്തിലാണ്. ലഹരി മാഫിയക്കെതിരെ പോലീസിൽ വിവരം നൽകിയതിനുള്ള വൈരാഗ്യമാണ് ബിജുവിന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. 12 മിനിറ്റിനുള്ളിൽ പ്രതി കൃത്യം നടത്തിയതായുള്ള CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്ത ദീപകിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പരിസരത്തെ 50ഓളം CCTV ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. കൃത്യം നടക്കുമ്പോൾ ദീപക് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ച നിലയിൽ പോലീസ് പിന്നീട് കണ്ടെത്തിയിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.